അമ്മ ഹിന്ദു ആണോ, അമ്മ മതം മാറിയതാണോ, അമ്മ ലവ് മാരേജ് ആയിരുന്നു? ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കണ്ണ് തുറന്ന പാടെ നേരെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലോട്ടാട്ടോ പോയത്. പിന്നെ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. രാത്രി തന്നെ അപ്ലോഡ് ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ രാവിലത്തെ കഴിച്ചത്. നമുക്കിന്ന് അപ്പവും കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ അമ്മ ഉണ്ട് കേട്ടോ, ഉമ്മച്ചിയുടെ അമ്മ വന്നായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് കുറച്ച് വലിയ ചെമ്മീനൊക്കെ കിട്ടി. അപ്പോൾ ഉമ്മച്ചി വെച്ചിട്ടുണ്ടാകും നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാമെന്നും പറഞ്ഞത് ആ അമ്മായും ഉമ്മച്ചിയും കൂടി ചെമ്മീൻ ബിരിയാണി വെക്കണ പരിപാടിയാണ്. ആ തിന്നോ. അമ്മ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അമ്മ നല്ല അടിപൊളിയായിട്ട് അച്ചാറും ബിരിയാണി നല്ല അച്ചാറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഇതുപോലെ പണ്ട് അമ്മയുടെ ഒരു പാവയ്ക്ക് അച്ചാറിന്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ ചാനലാകെ കുറച്ചല്ല കേട്ടോ, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഓടിയിട്ടില്ല. ഇപ്പോഴും അവിടെ 1000 കണ്ട് വ്യൂ എത്താണ്ട് കിടപ്പുണ്ട്. പക്ഷെ അടിപൊളി അച്ചാറാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടു വെക്കണം. കാരണം ഒട്ടും കയ്പില്ലാതെ നല്ല അടിപൊളി അച്ചാറാണ്. അമ്മയുടെ കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഫുള്ള് കമന്റ്സ് ആണ്. ഇനി ആരും ചോദിക്കല്ലേ അമ്മ ഹിന്ദു ആണോ, അമ്മ ഹിന്ദു ആണോ, അമ്മ മതം മാറിയതാണോ, അമ്മ ലവ് മാരേജ് ആയിരുന്നോ? ഒരു മാരേജ് ഇല്ല, നേരെ വന്ന് കെട്ടിയ മാരേജ്. ആ അമ്മയുടെ ഫുള്ള് കമന്റ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ചോദിക്കണ്ട എന്താണ് അമ്മ എന്ന് വിളിക്കുന്നതിന് ചോദിക്കണ്ട കേട്ടോ, ആ വീഡിയോ കണ്ടാൽ മതിയേ. ആക്ച്വലി ഞാൻ പണ്ട് അമ്മയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞാന് കുറെ നാൾ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു. എന്റെ പപ്പായും ഉമ്മച്ചി ഇട്ടിട്ട് പോയി, എന്നെ അവര് ചെറുതിലെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി കേട്ടോ. അവര് തൃശ്ശൂരായിരുന്നു. സച്ചുവിനെ മാത്രം കൊണ്ട് അവര് തൃശ്ശൂര് പോയി താമസിച്ചേട്ടാ. പപ്പാക്ക് തൃശ്ശൂർ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കോൺട്രാക്ടർ ആയിരുന്നു. അപ്പൊ അവിടുത്തെ വർക്ക് ഉണ്ടായിരുന്നപ്പം എന്നെ അമ്മയുടെ കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ പോയത്. അപ്പൊ അമ്മ എന്നെ സ്കൂളിൽ അമ്മ എന്നെ തലയിൽ മുഴുവൻ എണ്ണയൊക്കെ വെച്ചിട്ട് 2 സൈഡിൽ 2 റോസപ്പൂ ഒക്കെ വെച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ അമ്മ എന്നെ സ്കൂളിലൊക്കെ വിട്ടോണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ കേട്ടോ. അമ്മ ഇപ്പൊ ഇവാനൊക്കെ കിട്ടിയാലും അമ്മ തല നിറയെ എണ്ണയൊക്കെ വാരി തേച്ച് ആകെ അമ്മക്ക് അങ്ങനെ ഇരിക്കണല്ലോ തലയില്. അമ്മ മുടി ഉണ്ട് കേട്ടോ. അമ്മയുടെ മുടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ മുടിയൊക്കെ ഒന്ന് കാണണം. എന്റെ മുടി എല്ലാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ്, എന്താണ് മുടിയുടെ സീക്രട്ട് എന്ന്. പക്ഷെ അമ്മയുടെ മുടി കണ്ടുകഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ഞെട്ടിപ്പോവും. ഭയങ്കര ഇപ്പോഴും ഉണ്ടോ, ഇപ്പോഴും എന്താ ഇത്രയും മുടി ഇപ്പോഴും ഉണ്ട്. അടിപൊളിയാണ്. അമ്മയുടെ ആ ഒരു ഹെയർ ഓയിൽ തന്നെ കേട്ടോ, ഞാൻ ആ കാണിച്ചിട്ടുള്ള ഹെയർ ഓയിൽ തന്നെയാണ്. അമ്മ യൂസ് ചെയ്ത ഹെയർ ഓയിൽ ഞങ്ങൾ ഇങ്ങനെ കൈമാറി ഞങ്ങളൊക്കെ യൂസ് ചെയ്ത് വന്നതാണ്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്കാണെങ്കിൽ പൊതുവെ നല്ല എരിവ് കൂടുതലാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആട്ടോ അമ്മ ഉണ്ടാക്കാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൻ പ്രോഡക്റ്റ് കാണിച്ചു തരാവേ. അതായത് വാവിൻ്റെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം കേരളത്തിലെ ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് അറിയാമല്ലോ, വാവ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇത് 100% കൊളസ്ട്രോൾ ഫ്രീ ആണ്, 100% ട്രാൻസ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്കിത് ബ്രെയിൻ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, ബോൺ ആൻഡ് ജോയിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഏജിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് അവരുടെ ബോഡിയിലൊക്കെ മസാജ് ചെയ്യാനും അങ്ങനെയൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നല്ലതാണ് അവർക്ക് ഇതുകൊണ്ട് മസാജ് ചെയ്യുന്നത്. പിന്നെ ഇതിന് കുറേ വേറെ യൂസസ് ഉണ്ട്. അതായത് നമുക്കിത് ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം, കുക്കിങ്ങിന് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം, കുളിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരു മൗത്ത് റിഫ്രഷറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമുക്കിങ്ങനെ വായിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വായിൽ കുറച്ചേരം ഇങ്ങനെ കുപ്പിളിച്ചിട്ട് തുപ്പിക്കളഞ്ഞാൽ അത് നല്ലതാണ്. അങ്ങനെ കുറേയേറെ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഓയിലിന്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 ആട്ടോ. ഇതിന് 499 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ ഈ വാവിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സിലും തന്നെ ഒരു QR കോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് QR സ്കാനർ വെച്ചാൽ നമുക്കിതിൻ്റെ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ഒരു റിവാർഡ്സ് ഉണ്ട്.
നമുക്ക് നെക്സ്റ്റ് പർച്ചേസിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വാവിൻ്റെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ നല്ല ഈസിയായിട്ട് നാവിഗേറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് താഴെ ഉണ്ടാവേ. ഞങ്ങളിനി വൈകിട്ട് ചിലപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകട്ടെ. അതായത് വീട് മാറണം എന്നിങ്ങനെ ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ വീട് നമുക്കിനി പൊളിച്ചിട്ട് പുതിയ വെക്കാൻ ഇപ്പോൾ പറ്റുമോ എന്നറിയില്ല. സോ എന്തായാലും ഇത് മുഴുവൻ കൊടുത്തിട്ട് വേറെ നോക്കിയാലോ എന്നുള്ളൊരു പ്ലാൻ ഇങ്ങനെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പണ്ടോട്ട് ജനിച്ച് വളർന്ന വീടാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് ചെടി വെക്കാനും ഉമ്മച്ചിക്ക് മരങ്ങൾ നടാൻ ഇഷ്ടാനുസരണം എല്ലാം ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വേറൊരു വീടൊക്കെ വെക്കാന്ന് പറയുമ്പോൾ നല്ല വീടൊക്കെ നോക്കി വരുമ്പോൾ സ്ഥലം കുറവായിരിക്കും. അപ്പോൾ ഒരു 4-5 സെൻറ്റിനുള്ളിലൊക്കെ വീട് വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് ഇനി മരം വെക്കാൻ പറ്റില്ല, മാവ് വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പോയി പുറത്ത് പോയി കണ്ടിട്ട് വരാം. ഞങ്ങൾ ഇതുവരെ അങ്ങനെ വീട് കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. സോ എന്തായാലും ഞങ്ങൾ കുറച്ച് വീടൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടുകളൊന്നും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ഈ ഒരു പള്ളി കണ്ടോ, ഇത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ. പപ്പാടെ ഉമ്മയും വാപ്പിച്ചിയൊക്കെ ഇവിടെ ആട്ടോ അടക്കിയിട്ടുള്ളത്. ഞങ്ങളപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് കേട്ടോ. താഴെ 2 ബെഡ്റൂം ഉണ്ട്, മേലെ ഒരു റൂമുണ്ട്. റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു വീട് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറൊരു വീട് കാണാൻ പോയി. അപ്പോൾ ആ വീട് ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ലായേ. ഇത് ഞങ്ങൾ 3ാമത് കണ്ട വീടാട്ടോ. അപ്പോൾ ഈ വീട് ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് ശരിക്കും അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കണ്ട വീടിൻ്റെ അത്ര സൗകര്യം ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു വീട് തന്നെ കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി വീടുകളൊന്നും കുഴപ്പം തോന്നിയില്ല. പക്ഷേ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെയൊക്കെ ആകെ 4.5 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ ചെടി വെക്കുന്ന കാര്യമൊക്കെ പ്രശ്നമാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് മലബാർ ഗോൾഡിലോട്ടൊന്ന് വന്നിട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നും അല്ല. ഇവാക്കൊരു കമ്മൽ വാങ്ങണം. അതായത് ഇവയുടെ കാതിൽ കിടന്ന കമ്മലാണെങ്കിൽ ആണിയുള്ള കമ്മലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കാത് ചെറുതായിട്ട് ഇങ്ങനെ പഴുക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു റിങ് ടൈപ്പിലെ കമ്മലുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ അത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അവർ ബില്ലടിക്കണ നേരത്തെ ഞങ്ങളിങ്ങനെ വെറുതെ ഇതൊക്കെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ, നമുക്കറിയാമല്ലോ സ്വർണ്ണക്കടയിൽ പോയിക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള പണിയാണല്ലോ. ഒന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെറുതെ എല്ലാം കണ്ടിട്ട് നടക്കാമെന്ന് വെച്ചാൽ ഒരു രസമുള്ള പരിപാടിയല്ലേ. അങ്ങനെ കമ്മലൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.